നമസ്കാരം. ധനുസ് പി എസ് ലിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളടങ്ങിയ കണ്ടൻറ്റാണ്. നോക്കാം ചോദ്യങ്ങളിലേക്ക്. ഒന്നാമത്തെ ചോദ്യം, ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യസമര സേനാനി. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? ആൻസർ ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യസമര സേനാനി. ആൻസർ ദാദാഭായ് നവറോജി. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ആൻസർ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. നെക്സ്റ്റ് വൺ, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആൻസർ പണ്ഡിത രമാബായ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആൻസർ പണ്ഡിത രമാബായ്. നെക്സ്റ്റ് വൺ, ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതാണ്? ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതാണ്? ഉത്തരം വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അവകാശവും സ്വത്തവകാശവുമാണ് മാറ്റിമറിച്ചും ചെയ്തുകൊണ്ടിരുന്നത്. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങളാണേത്? വിദ്യാഭ്യാസം, സ്വത്തവകാശം നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? 1985 ബോംബെയിൽ ആദ്യ സമ്മേളനം. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തിയെടുക്കുക. മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു. ഇത് ഏത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1985 ബോംബെയിൽ ആദ്യ സമ്മേളനം നടന്നു. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജിയാണ്. ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുകയായിരുന്നു. മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുക്കുകയും ചെയ്തു. നെക്സ്റ്റ് വൺ, ഭരണഘടനാ ദിനം എന്നാണ്? ആൻസർ നവംബർ 26. ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ആൻസർ 42ാം ഭേദഗതി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് വൺ, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കുവാൻ കാരണമായ സംഭവം ഏതാണ്? ആൻസർ ചൗരി ചൗര സംഭവം. നെക്സ്റ്റ് വൺ, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ പാർലമെൻറ്റിന്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ആൻസർ 1925-24 അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, PSC ആൻസറിൽ 1925 മാർക്കിംഗ് ആണ്. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീയിലും നമ്മൾ പഠിക്കുന്ന 24 പഠിക്കാനുണ്ട്, 25 മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ, ആധുനിക കാലത്ത് മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച തിരയാട്? ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ വെല്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, അയ്യങ്കാളി. നെക്സ്റ്റ് വൺ,
വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. സവർണജാഥ മന്നത്ത് പത്മനാഭൻ. നെക്സ്റ്റ് വൺ, വരിക വരിക സഹചര്യ സഹന സമരമായി. ഈ സമരഗാനം ആരുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി, ഉപ്പു സത്യാഗ്രഹം. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിരേഖ നിർണയിച്ച കമ്മീഷൻ്റെ തലവൻ ആരാണ്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിരേഖ നിർണയിച്ച കമ്മീഷൻ്റെ തലവൻ ആരാണ്? ആൻസർ സർ സിറിൽ റാഡ്ക്ലിഫ്. സർ സിറിൽ റാഡ്ക്ലിഫ്. റാഡ്ക്ലിഫ് രേഖ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. നെക്സ്റ്റ് വൺ, പകൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ആൻസർ സിന്ദൂർ ഓപ്പറേഷൻ. നെക്സ്റ്റ് വൺ, ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? ആൻസർ സോവിയറ്റ് യൂണിയൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് അറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഉത്തരമഹാസമതലം. നെക്സ്റ്റ് വൺ, തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതിന് ഏത് മൺസൂൺ നിന്നാണ്? തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ആൻസർ വടക്ക് കിഴക്കൻ മൺസൂൺ. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? ഈ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ക്വസ്റ്റിന് കുറേയധികം പേർ കമൻറ്റ് ചെയ്തു. വെരി ഗുഡ്. അപ്പോൾ ഇതും കൂടി കമൻറ്റ് ഇവിടെ കറക്റ്റ് ആൻസേഴ്സ് ഇല്ല. മാനക രേഖാംശം പഠിക്കുന്നതാണ് എപ്പോഴും അല്ലേ? ഓക്കെ, എഴുതിക്കോളൂ, കമൻറ്റ് ചെയ്തോളൂ ഈ ഉത്തരം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്സ് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഹൈദരാബാദ്. ഓപ്പൺ റോക്ക് മ്യൂസിയം ഹൈദരാബാദ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? ആൻസർ നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമാണ് നീലഗിരി കുന്നുകൾ. നെക്സ്റ്റ് വൺ, യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ആൻസർ ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ നെടുങ്കണ്ടം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ആൻസർ മാനാഞ്ചിറ തടാകം. മാനാഞ്ചിറ തടാകം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ആൻസർ വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്?
ആൻസർ വയനാട്. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി കണ്ടെത്തുക. ആൻസർ പെരിയാർ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി, മുണ്ടക്കയത്ത് മർഫി. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം ഏതാണ്? മംഗളവനം. മംഗളവനം. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. നെക്സ്റ്റ് വൺ, തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ല. എറണാകുളം ജില്ല. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേരെന്താണ്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഗഗൻയാൻ. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സ്വാതി തിരുനാൾ മഹാരാജാവ്. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സ്വാതി തിരുനാൾ മഹാരാജാവ്. സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 2, 4. ഭിലായ്, സോവിയറ്റ് യൂണിയൻ്റെ ഭിലായും ബൊക്കാറോയും. ഭിലായ്, ബൊക്കാറോ. റൂർക്കല ജർമ്മനിയാണ്. റൂർക്കല ജർമ്മനിയാണ്. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ഫസൽ അലി, സർദാർ KM പണിക്കർ, HN ഖുൻസ്രു. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN ഖുൻസ്രു എന്നിവരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. വർഷം 1953. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഫുട്ബോൾ. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്? നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ആൻസർ മറിയ കൊറീന. മറിയ കൊറീന. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണൻ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അവാർഡ് ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ്? മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ. മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ. 2028 ഒളിമ്പിക്സ് വേദി ഏതാണ്? 2028 ഒളിമ്പിക്സ് വേദി ഏതാണ്? ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസ്. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ആൻസർ BR ഗവായ്. BR ഗവായ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ആൻസർ ഡോക്ടർ A. ജയതിലക്. ഡോക്ടർ A. ജയതിലക്. ഡോക്ടർ A. ജയതിലക്. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ V. നാരായണൻ. ഡോക്ടർ V. നാരായണൻ. ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? സിനിമയാക്കിയ
ആദ്യ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരി. ഒന്നുകൂടി. കഥകളിയുടേത് കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരി. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ഇതെല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് യു ക്യാൻ അപ്ഡേറ്റ് അല്ലേ? നോക്കാം നമുക്ക്. ചോദ്യങ്ങൾ വന്നില്ലെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ എഴുതേണ്ടി വരും ഉത്തരം ചോദ്യങ്ങൾ അല്ലേ? ഇവരുടെ പേരാണെങ്കിൽ നമുക്കത് എഴുതേണ്ടി വരാം. പുതിയ പേരുകളാണ് നമ്മളത് മാറ്റി എഴുതണം. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ആൻസർ ആലപ്പുഴ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ധ്യാൻ ചന്ദ് ഖേൽരത്ന അവാർഡ്. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ധ്യാൻ ചന്ദ് ഖേൽരത്ന അവാർഡ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? ആൻസർ മോഹൻലാൽ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ്? ആൻസർ വി.ടി. ഭട്ടതിരിപ്പാട്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ആൻസർ താജിക്കിസ്ഥാൻ. കര അതിർത്തിപ്പെടുന്നവരില്ല. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ഭൂട്ടാനുമുണ്ട്. നെക്സ്റ്റ് വൺ. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ആൻസർ ഷിപ്കില ചുരം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് മേഖലയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഷിപ്കില ചുരം. നെക്സ്റ്റ് വൺ. കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ് നോസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഓക്കെ, ഗോഡ് നോസ്റ്റിൻ, ടിബറ്റ്, കൈലാസ്. നെക്സ്റ്റ് വൺ. ഒഡീഷ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പ് ഖനമേഖല ഏതാണ്? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. സുന്ദർഗഡ്. നെക്സ്റ്റ് വൺ. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. NW3 പോകുന്ന വഴി ഏതാണ്? കൊല്ലം മുതൽ ഡാഷ് വരെ. ദാറ്റ്സ് കമൻറ്റ് ചെയ്യുക. കൊല്ലം മുതൽ ഇവിടെ വരെയാണെന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. റാവത്ത് ഭട്ട രാജസ്ഥാനിലാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ആൻസർ 146. നെക്സ്റ്റ് വൺ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണ്? സുലഭ് സമാചാർ. വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെച്ചോളൂ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണ്? സുലഭ് സമാചാർ. നെക്സ്റ്റ് വൺ. തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏതാണ്? ആൻസർ പരുത്തി. റാബി വിള എന്ന് പറയുമ്പോൾ പുകയില, കടുക്, ഗോതമ്പ് റാബിയാണ്. അല്ലാത്തവരാണ് പരുത്തി. നെക്സ്റ്റ് വൺ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്.
ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും. സ്ത്രീകൾക്ക് എതിരായ വിവേചനം അവസാനിപ്പിക്കും. സതി, ശൈശവിവാഹം എന്നിവയെ അവസാനിപ്പിക്കുക എന്നതായിരുന്നു ബ്രഹ്മസമാജത്തിൻ്റെ പോളിസികൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? ശ്രദ്ധിച്ചു വായിക്കുക. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്ത നേതാക്കൾ ആരെല്ലാം? CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. CR ദാസും മോത്തിലാൽ നെഹ്റു. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, DK കാർവെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസം DK കാർവെ ആണ്. വനിതാ സർവകലാശാല DK കാർവെ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുവാൻ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, അബനീന്ദ്രനാഥ് ടാഗോർ. ഭാരതമാത ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്രനിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? പ്രാദേശിക ഭാഷാ പത്രനിയമം നിലവിൽ വന്ന വർഷമാണ് 1878. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ഉത്തരം 1951-52 കാലയളവിലാണ്. നെക്സ്റ്റ് ചോദ്യം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. നാലാമത്തതാണ് KM പണിക്കർ, ഡോക്ടർ രാധാകൃഷ്ണൻ, ഫസൽ അലി. അവിടെ വ്യത്യാസമുണ്ടല്ലേ? ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആൻസർ ഓപ്ഷൻ അതല്ല. ഫസൽ അലി, KM പണിക്കർ, എച്ച്.എൻ. കുൻസ്രു. ദാറ്റ്സ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, എപ്പോഴും പഠിക്കുന്നതല്ലേ. ഫസൽ അലി, KM പണിക്കർ, എച്ച്.എൻ. കുൻസ്രു എന്നിവരായിരുന്നു അല്ലേ? അദ്ദേഹത്തെ വരത്തില്ല, അപ്പോൾ അറിയാൻ പറ്റും. ഫസൽ അലി അധ്യക്ഷൻ, ബാക്കി KM പണിക്കറും എച്ച്.എൻ. കുൻസ്രു ഉണ്ടല്ലോ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഡി. കുണ്ടറ വിളംബരം, മലയാളി മെമ്മോറിയൽ, 3 മാപ്പിള ലഹള, വൈക്കം 24 അറിയാം. 24 വർഷങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് വൺ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്നാണ്? ആൻസർ ഓപ്ഷൻ സി, 1950 ജനുവരി 24. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ 51A. 51A. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഏതു സമ്മേളനത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ, 1996 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 16ാം വകുപ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ടുകായൽ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്?
കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരള കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ്? സൈലന്റ് വാലി. കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥൻ. കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥൻ. നോക്കിക്കോളൂ, കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി എപ്പോഴും ചോദിക്കാത്തൊരു ചോദ്യമാണിത്. ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥൻ. വി വിശ്വനാഥൻ. വി വിശ്വനാഥൻ. നെക്സ്റ്റ് ചോദ്യം. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം? പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം. പണ്ടാരപ്പാട്ട. ടട്ട ഇല്ല, 8ൻ്റെ ഒരു കണക്കുണ്ട് അവിടെ. ആൻസർ ഓപ്ഷൻ ബി 1865. പണ്ടാരപ്പാട്ട 1865. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? കേരളത്തിൽ ആദ്യം രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്ക്. താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ്? ബന്ധമില്ലാത്ത ഓപ്ഷൻ ഡി ആണ് സംഭവം. സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബാക്കി സ്വാതന്ത്ര്യ സമരം ബന്ധമുള്ളത് നോക്കിയേക്കാം. 1916 ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം. കീഴരിയൂർ ബോംബ് കേസ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് നിയമ ലംഘന സമരം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. 1932 നിവർത്തന പ്രക്ഷോഭം ബന്ധമില്ലാത്തത് എന്താണ്? നിവർത്തന പ്രക്ഷോഭം. ആൻസർ ഓപ്ഷൻ ബി കേളപ്പൻ. ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ആൻസർ ഓപ്ഷൻ സി വടകര. 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ടി പ്രകാശൻ. നെക്സ്റ്റ് വൺ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ് അല്ലേ? അദ്ദേഹം പറയുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്ന പ്രഖ്യാപനം നടത്തി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, മനുഷ്യ സ്നേഹത്തിലും സർവ്വമത സാഹോദര്യത്തിലും അധിഷ്ഠിത പ്രവർത്തനങ്ങൾ അല്ലേ? നമുക്കിത് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് മേൽമുണ്ടും ജാക്കറ്റും ഒക്കെ വന്നത് മറ്റേ ചാനാർ ലഹളയുടെ അല്ലേ? അത് വെച്ച് നമുക്കതങ്ങ് മാർക്ക് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ അല്ല. ഓക്കെ, അങ്ങനെയാണത് കൺഫേം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? കുമാരഗുരുദേവൻ. കുമാരഗുരുദേവൻ. 1915 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? 1915 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി വില്യം കീലിംഗ്. ചോദിക്കാം, വില്യം കീലിംഗ്. വില്യം കീലിംഗ്. വയനാട്ടിലെ കുറിച്യ കലാപത്തെപ്പറ്റി ബന്ധപ്പെട്ട് പ്രസ്താവന എന്തല്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി ഉത്തരമാണ് കേട്ടോ. ശരി ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കിയേക്കാം. താഴെ പറയുന്നവയിൽ മത്സ്യയിനത്തിൽപ്പെടാത്തവ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ചെമ്മീൻ. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം? ആൻസർ ഓപ്ഷൻ സി ചൈന. ആകാശ നിലനിർത്തിന് കാരണമായ പ്രതിഭാസത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി വിസരണം. നെക്സ്റ്റ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ സി 1931. 1931. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ.
മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? യങ് ഇന്ത്യ. 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? യങ് ഇന്ത്യ. നിയമത്തിൻ്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14. ഏത് വർഷമാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായത്? ആൻസർ 1804. 1804. കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കേരളം. നെക്സ്റ്റ് ചോദ്യം, നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ സിക്കിം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തിൽ അനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? ആൻസർ മന്നത്ത് പത്മനാഭൻ. നെക്സ്റ്റ് വൺ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? കെയ്ബോൾ ലംജാവോ. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ്രാവിഡ ശൈലി. ദ്രാവിഡ ശൈലി. നെക്സ്റ്റ് വൺ, തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആരാണ്? ആൻസർ ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ചോളന്മാരുടെ തഞ്ചാവൂര്. ശ്രദ്ധിക്കുക. ആൻസർ ബൃഹദീശ്വര ക്ഷേത്രം. ബൃഹദീശ്വര ക്ഷേത്രം. ബൃഹദീശ്വര ക്ഷേത്രം. നെക്സ്റ്റ് വൺ, ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ച ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കുടുംബശ്രീ. നെക്സ്റ്റ് വൺ, 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായ കവയിത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സുഗതകുമാരി. സുഗതകുമാരി. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 226. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ബി, അനുച്ഛേദം 14. നെക്സ്റ്റ് വൺ, സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കുവാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മാൻഡാമസ്. മൗലിക കടമകൾ ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 51A. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 51A.
ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ഏതാണ്? ആക്ടിംഗ് ശ്രീമതി വിജയഭാരതിയായിരുന്നു. നെക്സ്റ്റ്, ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ആൻസർ 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? ആൻസർ എന്താണ്? വിശ്വഭാരതി. വിശ്വഭാരതി. 1988 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? ആദ്യ ദേശീയോദ്യാനം ആദ്യത്തെ ഇരവികുളം. ആദ്യത്തെ ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായൽ. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ഏതാണ്? ആൻസർ PT ഉഷ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഇത് നദിയിലാണ്. മുതിരപ്പുഴ. നീല വിപ്ലവം ഏതു പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലൻ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? മിഥുൻ ചക്രവർത്തി. 54 മിഥുൻ ചക്രവർത്തി. ശർക്കര പുരട്ടി എന്ന് പറയുന്നു അല്ലേ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് വൺ, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പ് കുറുക്കൽ സമരം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂർ. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ താരം ഏതാണ്? മനു ഭാക്കർ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ.